രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന മാസങ്ങളിലേക്കും നമുക്ക് പോകാം. കടലിന്റെ അടിയിൽ നിശബ്ദ യുദ്ധം അതിന്റെ മൂർധന്യ അവസ്ഥയിലായിരുന്നു. 1945 ഒരു തണുത്ത ദിവസം ബ്രിട്ടീഷ് അന്തർവാഹിനിയായ HMS വെഞ്ചൂറർ ഒരു രഹസ്യ മിഷനിലായിരുന്നു. ലക്ഷ്യം യുദ്ധത്തിന് ഗതി മാറ്റാൻ കഴിയുന്ന ഒരു രഹസ്യ ചരക്കുമായി പോകുന്ന ജർമ്മൻ അന്തർവാഹിനിയായ U-ബോട്ട് U-864. ജർമ്മൻസ് വേട്ടയാടപ്പെടുന്നു എന്ന് മനസ്സിലാക്കി U-ബോട്ട് കമാൻഡ് രക്ഷപ്പെടാൻ വേണ്ടി അതിവേഗം സഞ്ചരിക്കാൻ തുടങ്ങി. അടുത്ത 12 മണിക്കൂറോളം രണ്ട് അന്തർവാഹിനികളും കടലിന്റെ ഇരുട്ടിൽ മരണം ലക്ഷ്യമാക്കി ഒളിച്ചുകളി നടത്തി. ബ്രിട്ടീഷ് നേവി അവരുടെ ശ്വാസം അടക്കി പിടിച്ച് സോണാറിന്റെ ശബ്ദത്തിൽ കാത്തിരുന്നു. ഇത് ചരിത്രത്തിൽ അതുല്യമായ ഒരു നിമിഷം സംഭവിക്കാൻ പോവുകയാണെന്ന് ആരും അറിഞ്ഞില്ല. വെഞ്ചൂററിന്റെ ക്യാപ്റ്റൻ ഒരു സാഹസിക മുന്നേറ്റത്തിന് തീരുമാനിച്ചു. യു-ബോട്ടിന്റെ സഞ്ചാര പാത അളന്ന് അത് 3 മിനിറ്റിന് ശേഷം എവിടെയായിരിക്കുമെന്ന് കണ്ടെത്തി ഒരു ടോർപീഡോ തുറന്നുവിട്ടു. ലക്ഷ്യത്തിലെത്താൻ ലക്ഷങ്ങളിൽ ഒരു സാധ്യത മാത്രമുള്ളൊരു നീക്കമായിരുന്നു. കൃത്യമായ സമയവും ആത്മവിശ്വാസവും ആവശ്യമായ ഒരു നീക്കമായിരുന്നു. അസാമാന്യമായ പ്രതിഭയുടെ ആ നിമിഷത്തിൽ ടോർപീഡോ അതിന് ലക്ഷ്യം കണ്ടെത്തി. U-864 ടോർപീഡോ പതിച്ചു. അത് വലിയൊരു സ്ഫോടനത്തോടെ കടലിനടിയിലേക്ക് താഴ്ന്നു. ഇതാണ് ചരിത്രത്തിൽ ആദ്യത്തെയും അവസാനത്തെയും ഒരു അന്തർവാഹിനി മറ്റൊരു അന്തർവാഹിനിയെ ആക്രമിച്ച് കടലിലേക്ക് മുക്കുന്ന കഥ. മുഴുവൻ വീഡിയോ കാണാൻ വേണ്ടി താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സന്ദർശിക്കൂ ദ മലയാളം മൈൻഡ് ചാനൽ.